അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അറബി അക്ഷരങ്ങളും അതിനെ വായിക്കേണ്ട രൂപവുമാണ്. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റാ, സ, സീൻ, ഷീൻ, صاد, ضاد, طاء, ظاء, عين, غين, فاء, قاف, كاف, لام, ميم, നൂൻ, ഹാ, വാവ്, യാ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ അക്ഷരത്തിൻ്റെ പേരുകളാണ്. ഇനി എങ്ങനെയാണ് ഈ അക്ഷരങ്ങളെ മൊഴിയുക? അക്ഷരങ്ങളെ മൊഴിയാൻ ആവശ്യമായ ഹർക്കത്തുകളാണ് ഫത്ഹ്, കസ്ർ, ലൊമ്മ്, സുക്കൂനൊക്കെ എന്ന് പറയുന്നത്. അലിഫ് എന്ന അക്ഷരത്തിനെ ആ എന്ന് മൊഴിയാൻ ഫത്ഹും, ഇ എന്ന് മൊഴിയാൻ കസ്റും, ഉ എന്ന് മൊഴിയാൻ ലൊമ്മും, എ എന്ന് മൊഴിയാൻ സുക്കൂനും ഉപയോഗിക്കുന്നു. അഥവാ അക്ഷരങ്ങൾക്ക് ഫത്ഹ് നൽകുമ്പോൾ ആ എന്ന ശബ്ദവും കസ്ർ നൽകുമ്പോൾ ഇ എന്ന ശബ്ദവും, ലൊമ്മ് നൽകുമ്പോൾ ഉ എന്ന ശബ്ദവും, സുക്കൂൻ നൽകുമ്പോൾ എ എന്ന ശബ്ദവുമാണ് വരുന്നത്. ഉദാഹരണത്തിന് ഇവിടെ എഴുതിയതുപോലെ അ, ഇ, ഉ, എ, ബ, ബി, ബു, ബ്. മിത്ത ആണെങ്കിൽ ത, തി, തു, ത്. ഇതുപോലെ ഹർക്കത്തുകളുടെ വ്യത്യാസത്തിനനുസരിച്ച് അക്ഷരങ്ങളുടെ ശബ്ദത്തിന് മാറ്റം വരുന്നു. ഹർക്കത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് തെൻവീനുകൾ. ഫത്ഹ് തെൻവീൻ, കസ്ർ തെൻവീൻ, ലൊമ്മ് തെൻവീൻ. അഥവാ അക്ഷരങ്ങൾക്ക് ഈ ഹർക്കത്തുകൾ ചേരുമ്പോൾ അൻ, ഇൻ, ഉൻ, ബൻ, ബിൻ, ബുൻ, തൻ, തിൻ, തുൻ എന്നീ ശബ്ദമുണ്ടാകുന്നു. അക്ഷരങ്ങൾക്ക് ഫത്ഹ് നൽകി വായിക്കേണ്ട രൂപം അ, ബ, ത, സ, ജ, ഹ, ഖ, ദ, ദ, റ, സ, സ, ശ, സ, ള, ത, ള, അ, ഗ, ഫ, ഖ, ക, ല, മ, ന, ഹ, വ, യ. ഹർഫുകൾക്ക് കസ്ർ ഹർക്കത്ത് നൽകുമ്പോൾ വായിക്കേണ്ട രൂപം ഇ, ബി, തി, സി, ജി, ഹി, ഖി, ദി, ദി, റി, സി, സി, ഷി, സ്വി, ലി, ത്വി, ലി, റി, റി, ഫി, ഖി, കി, ലി, മി, നി, ഹി, വി, ഇ. ഹർഫുകൾക്ക് ലൊമ്മത്ത് നൽകി വായിക്കേണ്ടത് ഉ, ബു, തു, സു, ജു, ഹു, ഖു, ദു, ദു, റു, സു, സു, ശു, സു, ലു, തു, ലു, ഉ, ഉ, ഫു, ഖു, കു, ലു, മു, നു, ഹു, വു, യു. ഹർഫുകൾക്ക് ഹർക്കത്ത് സുക്കൂന് നൽകുമ്പോൾ ഇ, ബ്, ത്, സ്, ജ്, ഹ്, ഖ്, ദ്, റ്, റ്, സ്, സ്, ഷ്, സ്, ല്, ത്വ, ല്, ഋ, റ്, ഫ്, ഖ്, ക്, ല്, മ്, ന്, ഹ്, വ്, യ്. നമ്മളിതുവരെ അക്ഷരങ്ങൾക്ക് ഫത്ഹ്, കസ്ർ, ലൊമ്മ്, സുക്കൂന് നൽകി മൊഴിഞ്ഞതുപോലെ തെൻവീനുകളും ഫത്ഹ് തെൻവീൻ, കസ്ർ തെൻവീൻ, ലൊമ്മ് തെൻവീൻ എന്നിവ നൽകി അക്ഷരങ്ങളെ മൊഴിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. തുടക്കക്കാരായ കൂട്ടുകാർ ഇത് പലതവണ പ്രാക്ടീസ് ചെയ്യുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.